മണിക്കൂറുകൾ മാത്രം മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് കാതോർത്തിരിക്കുകയാണ് മഹാരാഷ്ട്ര. ഡിസംബർ 4-ാം തീയതി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് BJP അറിയിച്ചിരിക്കുന്നു. എന്നാൽ ഭരണം നിലനിർത്താൻ സാധിച്ചതിന്റെ ആവേശം മഹായുതി ക്യാമ്പിൽ ഇപ്പോൾ ദൃശ്യമല്ല. ഘടകകക്ഷികളുടെ നിസ്സഹായതയ്ക്ക് മേൽ BJP മുഖ്യമന്ത്രിയെ അടിച്ചേൽപ്പിക്കുകയാണെന്നാണ് വിമർശനം. 100-ലധികം സീറ്റുകൾ പിടിച്ചെടുത്ത BJPക്ക് സ്വാഭാവികമായും ആരെ തങ്ങളുടെ നേതാവാക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഘടകകക്ഷികളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള നീക്കമാണ് BJPയിൽ നിന്നുണ്ടാകുന്നതെന്നാണ് മഹായുതിയിലെ പാർട്ടികൾ ആരോപിക്കുന്നത്. BJP നേതാക്കളെ കാണാൻ കൂട്ടാക്കാതെ ഏക്നാഥ് ഷിൻഡെ ആരോഗ്യ കാരണം ചൂണ്ടിക്കാട്ടി വീട്ടിൽ തന്നെ ഒളിച്ചിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് ഡിസംബർ 4-ന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് BJP അറിയിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരാഴ്ച പിന്നിട്ടിട്ടും മഹാഭൂരിപക്ഷത്തിൽ വിജയിച്ച മഹായുതിക്ക് എന്തുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ സാധിക്കാതെ പോകുന്നുവെന്ന ചോദ്യം കേന്ദ്ര നേതാക്കളെ അസ്വസ്ഥരാക്കിയിരിക്കുന്നു. മുഖ്യമന്ത്രി പദവിയിൽ 1 വർഷം കൂടി തുടരാൻ അനുവദിക്കണമെന്ന് ഷിൻഡെ ആവശ്യപ്പെട്ടുവെങ്കിലും BJP അതിന് വഴങ്ങിയില്ല എന്നു മാത്രമല്ല, ഷിൻഡെയെ അപമാനിക്കുന്ന രീതിയിലാണ് പ്രതികരിച്ചതെന്നും പറയുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ഡിസംബർ 4-ന് നടക്കുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ഭവൻകുലെ അറിയിച്ചിരിക്കുന്നത്. ഉപമുഖ്യമന്ത്രിയാകാൻ താൻ ഇല്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് ഏക്നാഥ് ഷിൻഡെ രംഗത്ത് വന്നതോടെ മുന്നണി ബന്ധം ഉലയുകയാണെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. എന്തായാലും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആര് എന്ന ഈ ചോദ്യത്തിന് ഉത്തരം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഏറെ ദിവസങ്ങളായി. ഇന്നറിയാം നാളെ അറിയാം എന്ന് പറയുന്നതല്ലാതെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നില്ല എന്നത് BJPക്കാരെ വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 10 ദിവസമായിട്ടും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാകാതെ വലഞ്ഞിരിക്കുകയാണ് BJP എടുക്കുന്ന തീരുമാനമാണ് അന്തിമമെന്നും അതിനോടൊപ്പം ഉണ്ടാകുമെന്നും ശിവസേനയും ഏക്നാഥ് ഷിൻഡെയും പ്രഖ്യാപിച്ചുവെങ്കിലും കൺഫ്യൂഷൻ മാറാത്ത ഒരവസ്ഥയാണ് BJPക്ക് മുന്നിൽ ഉള്ളത്. കാത്തിരിപ്പുകൾക്കും പൊട്ടിത്തെറികൾക്കും ഒടുവിൽ ഡിസംബർ 4-ന് രാവിലെ 10 മണിക്ക് മഹാരാഷ്ട്രയിൽ നടക്കുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് BJPയുടെ സംസ്ഥാന ഘടകം. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും നിയമസഭാ കക്ഷി യോഗത്തിന് മേൽനോട്ടം വഹിക്കുമെന്നും BJP അറിയിക്കുന്നുണ്ട്. ഷിൻഡെയും ഫട്നാവിസും അജിത് പവാറും ഒരുമിച്ചുള്ള യോഗമുണ്ടാകുമെന്നും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നുമായിരുന്നു വിവരം. എന്നാൽ ഇത് തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോൾ മഹാരാഷ്ട്ര BJPയുടെ പ്രഖ്യാപനം പുറത്തു വരുന്നത്. അതേസമയം ഉപമുഖ്യമന്ത്രിയാകുമെന്നുള്ള വാർത്തകൾ ഏക്നാഥ് ഷിൻഡെയുടെ മകൻ ശ്രീകാന്ത് ഷിൻഡെയും തള്ളി. അത്തരം അവകാശവാദങ്ങൾ അസത്യവും അടിസ്ഥാനരഹിതവുമാണെന്നായിരുന്നു ശ്രീകാന്ത് ഷിൻഡെ പറഞ്ഞത്. ഷിൻഡെയെ മാറ്റി നിർത്തിയുള്ള സർക്കാർ രൂപീകരണം മഹാരാഷ്ട്രയിൽ BJP സർക്കാരിന്റെ ഭാവി അവതാളത്തിലാക്കുമെന്ന പേടിയും അവർക്കുണ്ട്. മൃഗീയമായ ഭൂരിപക്ഷമുണ്ടെങ്കിലും ഘടകകക്ഷികൾ രണ്ടും ഒറ്റക്കെട്ടായി മഹായുതിയിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ BJPക്ക് വലിയ തലവേദനയുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ BJPക്ക് അനുകൂലമായി നിൽക്കുന്ന ഘടകം അജിത് പവാറും ഷിൻഡെയും തമ്മിലുള്ള മൂപ്പിള കലാപമാണ്. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത്, അതായത് 6 മാസക്കാലം മുഖ്യമന്ത്രിയാക്കണമെന്ന അജിത് പവാറിന്റെ ആവശ്യത്തിനോട് BJP പച്ചക്കൊടി കാട്ടിയപ്പോൾ അന്ന് ചതിച്ചത് ഏക്നാഥ് ഷിൻഡെയും അവരുടെ ശിവസേനയുമാണ്. അതിലുള്ള വൈരാഗ്യം ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന അജിത് പവാർ ഷിൻഡെയ്ക്ക് മുന്നിൽ എന്നേക്കുമായി വാതിലുകൾ അടച്ചിടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷിൻഡെ പോയാലും അജിത് പവാർ കൂടെ നിൽക്കുന്ന ധൈര്യത്തിലാണ് BJP ഡിസംബർ 4-ന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനുള്ള സന്നാഹങ്ങൾ ഒരുക്കിയിരിക്കുന്നത്.